ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാനുഫാക്ചർ ഓഫ് ബ്രിക്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൗൾഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ക്ലേ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലേ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ പ്രിപ്പയർ ചെയ്ത ക്ലേ ആണ് നമ്മൾ മൗൾഡിങ്ങിന് നെക്സ്റ്റ് ഓപ്പറേഷൻ ആയിട്ടുള്ള മൗൾഡിങ്ങിലേക്ക് നമ്മൾ വിടുന്നത്. ഓക്കെ, അതിന് there are two ways of molding. മൗൾഡിങ്ങിന് രണ്ട് വേസ് ആണുള്ളത്. ഒന്നുകിൽ നമുക്ക് ഹാൻഡ് മൗൾഡിങ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ മൗൾഡിങ് ചെയ്യാം. ഓക്കെ, അല്ല ഹാൻഡ് മൗൾഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗൾഡ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ബോക്സസ് ആണ്. അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും, ടോപ്പും ബോട്ടവും എന്തായിരിക്കും, ഓപ്പൺ ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ബോക്സ് ആണ് മൗൾഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് വുഡ് കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല വെൽ സീസൺഡ് ആയിട്ടുള്ള വുഡിൽ നിന്നായിരിക്കണം ഈ വുഡ് മൗൾഡ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു പോയിന്റ് പഠിക്കാനുള്ളത് സ്റ്റീൽ മൗൾഡ്സിനെ പറ്റിയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീൽ ആംഗിൾസ് അല്ലെങ്കിൽ പ്ലേറ്റ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റീൽ മൗൾഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റീൽ ആംഗിൾസ് അല്ലെങ്കിൽ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ തിക്നെസ് ഓഫ് സ്റ്റീൽ മൗൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് 6 mm ആയിരിക്കണം. ഓക്കെ, തിക്നെസ് ഓഫ് സ്റ്റീൽ മൗൾഡ് എത്രയാണ്? 6 mm ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ലാർജ് സ്കെയിലിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്റ്റീൽ മൗൾഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അത് കൂടുതൽ ഡ്യൂറബിൾ ആണ് വെൻ കമ്പയർഡ് ടു വുഡ് ആൻഡ് മൗൾഡ്സ്. ഓക്കെ, ദെൻ ബ്രിക്ക്. പിന്നെ ഇനി ഒരു പോയിന്റ് നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ഡ്രൈയിങ്ങിന്റെയും ബേണിങ്ങിന്റെയും സമയത്ത് ഈ നമ്മുടെ ബ്രിക്ക് എന്ന് പറയുന്നത് സ്ട്രിങ്ക് ആവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മൗൾഡ്സ് എന്ന് പറയുന്നത് ഒരു ഫുള്ളി ബേൺഡ് ബ്രിക്കിന്റെ സൈസിനേക്കാളും ലാർജർ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൗൾഡ് നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മൗൾഡ്സ് എന്ന് പറയുന്നത് ഒരു 8 to 12% സൈസ് കൂട്ടി, അതായത് ഒരു ഫുള്ളി ബേൺഡ് ബ്രിക്കിന്റെ സൈസിനേക്കാളും 8 to 12% സൈസ് കൂട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൗൾഡ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ ഓൾ ഡയറക്ഷൻ, ലെങ്ത് ആയാലും വിഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും എല്ലാത്തിലും എല്ലാ ഡയറക്ഷനിലും എന്ത് ചെയ്യും, 8 to 12% വരെ നമ്മൾ എന്ത് ചെയ്യും, സൈസ് കൂട്ടി കൊടുത്തിട്ടാണ് നമ്മൾ മൗൾഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മൗൾഡിന്റെ കാര്യത്തിൽ പറഞ്ഞത്? ബ്രിക്ക് എന്ന് പറയുന്നത് ഡ്രൈ ചെയ്യുന്ന സമയത്തും ബേൺ ചെയ്യുന്ന സമയത്തും സ്ട്രിങ്ക് ആവും. അപ്പൊ ആ സ്ട്രിങ്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് ഒക്കെ പോകത്തില്ലേ? അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ബ്രിക്കിന്റെ മൗൾഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതാക്കിയാണ് നമ്മൾ മൗൾഡ് ഉണ്ടാക്കുന്നത്. എന്തുമാത്രം വലുതാക്കും എന്ന് ചോദിച്ചാൽ 8 to 12% ഇൻ ഓൾ ഡയറക്ഷൻസ്. ഓക്കെ, ദെൻ ഈ ഹാൻഡ് മൗൾഡിങ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്കും ഉണ്ട്, ടേബിൾ മൗൾഡഡ് ബ്രിക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ രണ്ട് ടേംസ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്കിൽ കണ്ടതായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഇനി പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഹാൻഡ് മൗൾഡിങ്ങിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്കും ഉണ്ട്, ടേബിൾ മൗൾഡഡ് ബ്രിക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്ക് ആണ്. ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഗ്രൗണ്ടിനെ നന്നായിട്ട് പ്രോപ്പറായിട്ട് ലെവൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫൈൻ സാൻഡ് അവിടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, മൗൾഡിനെ വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് അതിനെ ഗ്രൗണ്ടിന്റെ പുറത്തായിട്ട് എടുത്ത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ടാമ്പേർഡ് ക്ലേയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ക്ലേ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ടാമ്പേർഡ് ക്ലേ എടുത്തിട്ട് ഈ മൗൾഡിലേക്ക് ഫില്ല് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ മൗൾഡൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും നന്നായിട്ട് നല്ല ഷേപ്പിലൊക്കെ വരാനായിട്ട് നമ്മൾ ടാമ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ക്ലേ എന്ന് പറയുന്നത് നമ്മൾ ഒരു വുഡൻ സ്ട്രൈക്കോ അല്ലെങ്കിൽ മെറ്റൽ സ്ട്രൈക്കോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ഒരു ഇറ്റ് ഈസ് ടു ബി ഡിപ്ഡ് ഇൻ വാട്ടർ എവറി ടൈം. എപ്പോഴും ഇത് എന്ത് ചെയ്യണം, വാട്ടറിൽ ഡിപ്പ് ചെയ്യണം. ഏതാണ്? ഈ സ്ട്രൈക്ക്. ഓക്കെ, സ്ട്രൈക്ക് വെച്ചിട്ട് എക്സ്ട്രാ ക്ലേ നമ്മൾ റിമൂവ് ചെയ്യുന്നത് സ്ട്രൈക്ക് വെച്ചിട്ടാന്ന് പറഞ്ഞു. അതിന് നമ്മൾ എപ്പോഴും വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്നിട്ട് മൗൾഡിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗ്രൗണ്ട് എന്ത് ചെയ്യും, റോ ബ്രിക്ക് അവിടെ ഇരിക്കും. ഓക്കെ, എന്നിട്ട് എന്താണ്, മൗൾഡ് വീണ്ടും വാട്ടറിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത നേരത്തെ പ്രിപ്പയർ ചെയ്ത ബ്രിക്കിന്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും അത് പ്ലേസ് ചെയ്യുക. എഗെയിൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ടൈമും എന്ത് ചെയ്തു, ഞാൻ മൗൾഡിനെ എടുത്ത് വാട്ടറിൽ ഡിപ്പ് ചെയ്തു അല്ലേ. സോ ബ്രിക്സ് പ്രിപ്പയർഡ് ബൈ ഡിപ്പിംഗ് മൗൾഡ് ഇൻ വാട്ടർ എവറി ടൈം ആർ നോൺ ആസ്
സ്ലോപ്പ് മൗൾഡഡ് ബ്രിക്ക് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സ്ലോപ്പ് മൗൾഡഡ് ബ്രിക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ബ്രിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മൗൾഡ് എപ്പോഴും എന്ത് ചെയ്തു, വെള്ളത്തിൽ വെച്ച് ഡിപ്പ് ചെയ്താണ് എടുത്തത്. സോ അതിന് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്ത് വിളിക്കും? സ്ലോപ്പ് മൗൾഡഡ് ബ്രിക്ക് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതിന് പകരം നമുക്ക് ഫൈൻ സാൻഡ് അല്ലെ ആഷ് എന്ന് പറയുന്നത് നമുക്ക് ഈ മൗൾഡിന്റെ ഇൻസൈഡ് സർഫസിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഡിപ്പിംഗ് മൗൾഡ് ഇൻ വാട്ടർ. ഓക്കെ, സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ സച്ച് ബ്രിക്സ് ആർ നോൺ ആസ് സാൻഡ് മൗൾഡഡ് ബ്രിക്ക് എന്ന് വിളിക്കും. ആൻഡ് സാൻഡ് മൗൾഡഡ് ബ്രിക്കിന് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹാവ് ഷാർപ്പ് ആൻഡ് സ്ട്രെയിറ്റ് എഡ്ജസ്. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്കില് നമ്മളെ ബ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മൗൾഡിനെ വാട്ടറിൽ ഡിപ്പ് ചെയ്താണ് ഓരോ പ്രാവശ്യം എടുത്തോണ്ടിരുന്നത്. അങ്ങനെ തന്നെ സ്ലോപ്പ് മൗൾഡഡ് ബ്രിക്ക്. ഇനി അതല്ല, അതിന് പകരം സാൻഡ് അല്ലെങ്കിൽ ആഷ്, ഫൈൻ സാൻഡ് അല്ലെങ്കിൽ ആഷ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിന് ഞാൻ എന്ത് വിളിക്കും? സാൻഡ് മൗൾഡഡ് ബ്രിക്ക് എന്ന് വിളിക്കും. ആൻഡ് ദേ ഹാവ് ഷാർപ്പ് ആൻഡ് സ്ട്രെയിറ്റ് എഡ്ജസ്. ഓക്കെ, ഇനി ഒരു ടേം നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന്. ഓക്കെ, ഫ്രോഗ് എന്ന് പറഞ്ഞാല് ഒരു മാർക്കാണ് നമ്മുടെ സർഫസിൽ, എർത്തിന്റെ സർഫസിൽ കൊടുക്കുന്ന ഒരു, സോറി എർത്തിന്റെ അല്ല, ബ്രിക്കിന്റെ സർഫസിൽ കൊടുക്കും. സപ്പോസ് ഇതാണ് നമ്മുടെ ബ്രിക്ക് എന്ന് വെക്കാം. ഓക്കെ, ഇതിന്റെ ടോപ്പ് വ്യൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ ഒരു ബ്രിക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ സർഫസിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു മാർക്കിംഗ് കൊടുക്കും. ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കും. ഓക്കെ, ഈ ഒരു മാർക്കിംഗ് കൊടുക്കുന്നതിനെ അതിന്റെ ഡെപ്ത്, ഈ ഒരു മാർക്കിങ്ങിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 mm to 20 mm ആണ്. ഓക്കെ, നമ്മൾ അത് എപ്പോഴാണ് ഈ മാർക്കിംഗ് കൊടുക്കുന്നത്? ഡ്യൂറിങ് റോ ബ്രിക്കിനെ മൗൾഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 10 mm to 20 mm സൈസിൽ ഒരു മാർക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ മാർക്കിന്റെ എന്താണ് ഇതിന്റെ പർപ്പസ്? ഇത് എന്തിനാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാല്, അപ്പൊ ഒന്നുകൂടെ പറയാം. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാർക്കാണ്, നമ്മുടെ ബ്രിക്കിന്റെ സർഫസിൽ കൊടുക്കുന്ന ഒരു മാർക്കാണ്. മൗൾഡിങ്ങിന്റെ സമയത്ത് ഓക്കെ ആണ് നമ്മൾ ഈ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. ആ മാർക്കിങ്ങിന്റെ ഡെപ്ത് പറഞ്ഞിട്ട് എത്രയാണ്? 10 mm to 20 mm. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ രണ്ട് പർപ്പസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ട്രേഡ് നെയിം ഓഫ് ദ മാനുഫാക്ചറർ. മാനുഫാക്ചറിന്റെ ട്രേഡ് നെയിം എന്ത് ചെയ്യും? ഇൻഡിക്കേറ്റ് ചെയ്യും. അതുപോലെ രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ആർ ലെയ്ഡ് വിത്ത് ഫ്രോഗ് അപ്പർ മോസ്റ്റ്. അതായത് നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രോഗ് എന്ന് പറയുന്നത് അപ്പർ മോസ്റ്റ് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ലേ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഇറ്റ് ദസ് അഫോർഡ്സ് എ കീ ഫോർ മോട്ടാർ വെൻ ദ നെക്സ്റ്റ് ബ്രിക്ക് ഈസ് പ്ലേസ്ഡ് ഓവർ ഇറ്റ്. അടുത്തൊരു ബ്രിക്ക് നമ്മൾ ഇതിന്റെ പുറത്തേക്ക് ആഡ് വെക്കുമ്പോഴത്തേക്കും ആ ഒരു മോട്ടാറിന് കീ ആയിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്രോഗിന്റെ ഈ ഒരു കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും എല്ലാ എക്സാംസിനും ബ്രിക്കിന്റെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാ ഇതിൽ നിന്ന് ചോദിക്കുന്നത് വെച്ചാൽ ഫ്രോഗിന്റെ ഡെപ്ത് എത്രയാണ്? 10 mm to 20 mm ആണ്. ഇനി അത് എപ്പോഴാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? മൗൾഡിങ്ങിന്റെ സമയത്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ രണ്ട് പർപ്പസ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് അത് മാനുഫാക്ചറിന്റെ ട്രേഡ് നെയിം ഇൻഡിക്കേറ്റ് ചെയ്യും. രണ്ടെന്ന് പറയുന്നത് ഇറ്റ് ദ അഫോർഡ്സ് എ കീ ഫോർ മോട്ടാർ. മോട്ടാറിന് കീ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഗ്രൗണ്ട് മൗൾഡ് ബ്രിക്ക് എന്ന് പറയുന്നത് ഓഫ് ബെറ്റർ ക്വാളിറ്റി ആൻഡ് വിത്ത് ഫ്രോഗ്സ് ഓൺ ദ സർഫസ് ആർ മെയ്ഡ് യൂസിങ് എ പെയർ ഓഫ് പാലറ്റ് ബോർഡ്സ് അല്ലെങ്കിൽ വുഡൻ ബ്ലോക്ക്. ഓക്കെ, ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്ക് ആണ്, ബെറ്റർ ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ അതിന്റെ സർഫസിൽ ഫ്രോഗ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് എ പെയർ ഓഫ് പാലറ്റ് ബോർഡ്സ് അല്ലെങ്കിൽ വുഡൻ ബ്ലോക്ക് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഉണ്ടാക്കുന്നെന്ന് പറയുന്നുണ്ട്. ഇനി ഈ പാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തിൻ വുഡിന്റെ ഒരു പീസ് ആണ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എന്താണ് ബ്ലോക്ക് എന്ന് പറയുന്നത്? ബ്ലോക്ക് ഈസ് ബിഗർ ദാൻ മൗൾഡ് ആൻഡ് ഇറ്റ് ഹാസ് എ പ്രൊജക്ഷൻ ഓഫ് അബൌട്ട് 6 mm ഹൈറ്റ്. ഓക്കെ, അപ്പൊ വുഡൻ ബ്ലോക്ക് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെറ്റർ ക്വാളിറ്റിയിലും ഫ്രോഗ് ഉള്ള ഒരു ഫ്രോഗ് സർഫസും ഉള്ള ഒരു ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഇതെന്ന് പറയുന്ന മൗൾഡിനെക്കാളും ബിഗർ ആയിരിക്കും. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാലും മൗൾഡിനെക്കാളും ബിഗർ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് എ പ്രൊജക്ഷൻ ഓഫ് അബൌട്ട് 6 mm ഹൈറ്റ്. അതിൽ പ്രൊജക്ഷൻ എത്രയാണ്? 6 mm ഹൈറ്റ് ആണ് പ്രൊജക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് അറിയാൻ, ഈ വുഡൻ ബ്ലോക്കിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും മൗൾഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ബോർഡ് എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. അപ്പൊ ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്കിന്റെ ബെറ്റർ ക്വാളിറ്റിയിലുള്ള ബ്രിക്കും ഉണ്ടാക്കണം. അതുപോലെ തന്നെ അതിന്റെ പുറത്ത്
ഫ്രോഗും വേണം. അതെങ്ങനെയാണ് നമ്മൾ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് എ പെയർ ഓഫ് പാലറ്റ് ബോർഡ് അല്ലെങ്കിൽ വുഡൻ ബ്ലോക്ക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ പാലറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു തിൻ വുഡിന്റെ ഒരു പീസാണ്. സോ വുഡൻ പാലറ്റ് ബോർഡ് അല്ലെങ്കിൽ വുഡൻ ബ്ലോക്ക്, ആ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിഗർ ദാൻ ദ മൗൾഡ്. മൗൾഡിനേക്കാൾ എന്തായിരിക്കും, ബിഗർ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് എ പ്രൊജക്ഷൻ ഓഫ് അബൌട്ട് 6 mm ഹൈറ്റ്. 6 mm ഹൈറ്റിൽ ഒരു പ്രൊജക്ഷൻ ആണ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വുഡൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മൗൾഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ബോർഡ് എന്ന് ഇതിനെ അറിയപ്പെടാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ടേബിൾ മൗൾഡഡ് ബ്രിക്ക് ആണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്ക് ആയിരുന്നു അല്ലെ. മൗൾഡിംഗ് ആയിരുന്നു പറഞ്ഞത്. അതിൽ ഗ്രൗണ്ട് മൗൾഡിംഗ് ഉണ്ട്, ടേബിൾ മൗൾഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. സോറി, മൗൾഡിംഗിൽ 2 ടൈപ്പ് ഏതൊക്കെയായിരുന്നു, ഹാൻഡ് മൗൾഡിങ്ങും മെഷീൻ മൗൾഡിങ്. അതിൽ ഹാൻഡ് മൗൾഡിങ്ങിലാണ് ഗ്രൗണ്ട് മൗൾഡിങ് പറഞ്ഞത്. ഇനി അടുത്ത് വരുന്നത് ടേബിൾ മൗൾഡഡ് ബ്രിക്ക് ആണ്. ഓക്കെ, ടേബിൾ മൗൾഡഡ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ്. ബ്രിക്ക് ഉണ്ടാക്കുന്ന പ്രൊസീജിയർ ഒക്കെ അതാണ്. പക്ഷെ ഈ ബ്രിക്ക് ഉണ്ടാക്കുന്നത് ഒരു ടേബിൾ വെച്ചിട്ടാണെന്നുള്ളൂ. അപ്പൊ മൗൾഡർ എന്ന് പറഞ്ഞാൽ ഈ മൗൾഡിങ് ചെയ്യുന്ന ആള് സ്റ്റാൻഡ്സ് നിയർ എ ടേബിൾ ഓഫ് സൈസ് അബൌട്ട് 2 meter by 1 meter. 2 meter by 1 meter സൈസിലുള്ള ഒരു ടേബിളിന്റെ അടുത്ത് നിൽക്കും. അതിൽ ആ ടേബിളിന്റെ പുറത്ത് തന്നെ ക്ലേ, മൗൾഡ്, വാട്ടർ പോട്ട്, പിന്നെ സ്റ്റോക്ക് ബോർഡ്, സ്ട്രൈക്ക്, പലറ്റ് ബോർഡ്സ് ഇതെല്ലാം ഈ ടേബിളിന്റെ പുറത്ത് വെച്ചേക്കും. എന്നിട്ട് ബ്രിക്കിനെ നമ്മൾ എന്ത് ചെയ്യും, ഓൺ ദ ടേബിൾ നമ്മൾ എന്ത് ചെയ്യും, മൗൾഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ഡ്രൈയിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വിടും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് നമ്മുടെ മെഷീൻ മൗൾഡിംഗ് ആണ്. നമ്മൾ ഹാൻഡ് മൗൾഡിംഗ് ഉണ്ട്, മെഷീൻ മൗൾഡിംഗ് ഉണ്ട്. മെഷീൻ മൗൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ മൗൾഡിംഗ് എന്താണ്, മൗൾഡിംഗ് മേ ആൾസോ ബി അച്ചീവ്ഡ് ബൈ മെഷീൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൗൾഡിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എപ്പോഴാണ് എക്കണോമിക്കൽ ആകുന്നതെന്ന് വെച്ചാൽ വെൻ ബ്രിക്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ആർ ടു ബി മാനുഫാക്ചർഡ് അറ്റ് ദ സെയിം സ്പോട്ടിലെ ബ്രിക്സ് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മെഷീൻ മൗൾഡിംഗ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹാർഡും സ്ട്രോങ് ആയിട്ടുള്ള ക്ലേ മൗൾഡ് ചെയ്യാനും ഈ മെഷീൻ മൗൾഡിംഗ് സഹായിക്കും. ഇനി നമുക്ക് ഈ മെഷീൻസിനെ ബ്രോഡ്ലി 2 ആയിട്ട് ക്ലാസ് ചെയ്യാം. ഒന്ന് പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസും ഉണ്ട്, ഡ്രൈ ക്ലേ മെഷീൻസും ഉണ്ട്. പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് എ ബ്രിക്ക്. ഓക്കെ, പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ എന്ന് പറഞ്ഞാൽ അതിലൊരു റെക്ടാങ്കുലർ ഓപ്പണിംഗ് ഉണ്ട്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് എ ബ്രിക്ക് ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും, പഗ്ഡ് ക്ലേ നമ്മൾ പ്ലേസ് ചെയ്യും. ഈ മെഷീനിലേക്ക് പഗ്ഡ് ക്ലേ പ്ലേസ് ചെയ്യും. ആസ് ഇറ്റ് കംസ് ഔട്ട് ത്രൂ ദ ഓപ്പണിംഗ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു ദ സ്ട്രിപ്സ് ബൈ വയേഴ്സ് ഫിക്സഡ് ഇൻ ദ ഫ്രെയിംസ്. അപ്പൊ വയർ കട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഫ്രെയിംസിൽ എന്താണ് വയേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇത് ഈ ഒരു ഓപ്പണിംഗിൽ, ഞാൻ പറഞ്ഞു ആ മെഷീനിൽ റെക്ടാങ്കുലർ ഓപ്പണിംഗ്സ് ഉണ്ട്. സൈസ് എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ വിഡ്ത്തിന്റെ, ബ്രിക്കിന്റെ ലെങ്തിനും വിഡ്ത്തിനും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ പഗ്ഡ് ക്ലേ ഞാൻ ഈ മെഷീനിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതെന്ന് പറഞ്ഞാൽ ഈ ഓപ്പണിംഗ് കൂടി പുറത്ത് വരും. പുറത്ത് വരുന്ന അതിനെ ഞാൻ എന്ത് ചെയ്യും, വയേഴ്സ് കൊണ്ട് കട്ട് ചെയ്യും. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വയർ കട്ട് ബ്രിക്സ് എന്ന് വിളിക്കും. ഓക്കെ, എന്ത് വിളിക്കും, വയർ കട്ട് ബ്രിക്സ്. ഇനി അടുത്ത് വരുന്നത് ഡ്രൈ ക്ലേ മെഷീൻസ് ആണ്. ഡ്രൈ ക്ലേ മെഷീൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ എന്ത് ചെയ്യും, ക്ലേയെ പൗഡർ ഫോമിലേക്ക്, സ്ട്രോങ് ക്ലേയെ ഞാൻ എന്ത് ചെയ്യുന്നു, പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി, സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്യുന്നു ടു ഫോം എ സ്റ്റിഫ് പ്ലാസ്റ്റിക് പേസ്റ്റ്. സ്റ്റിഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പേസ്റ്റ് ഫോം ചെയ്യാനാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ പേസ്റ്റിനെ എന്ത് ചെയ്തു, ഞാൻ എടുത്ത് മൗൾഡിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുവാണ്. ഓക്കെ, പ്രസ് ബൈ മെഷീൻ. പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, മെഷീൻ കൊണ്ട് എന്ത് ചെയ്യുന്നത്, പ്രസ് ചെയ്യുന്നു ടു ഫോം എ ഹാർഡ് ആൻഡ് വെൽ ഷേപ്ഡ് ബ്രിക്ക്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, പ്രസ് ആണ് ചെയ്തത്. അപ്പൊ ഈ ബ്രിക്കിനെ ഞാൻ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രസ്ഡ് ബ്രിക്ക് എന്ന് വിളിക്കും. ആൻഡ് ദേ ഡി നോട്ട് പ്രാക്ടിക്കലി റിക്വയർ ഡ്രൈയിങ്. അതിന് ഡ്രൈയിങ്ങിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി ബേണിങ്ങിന് വേണ്ടിയിട്ട് അയക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പ്രോസസ് ആണെന്ന് പറയുന്നത് ഡ്രൈയിങ്. അപ്പം ആദ്യം നമ്മൾ ക്ലേ പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് അതിനെ മൗൾഡ് ചെയ്തു. ഇനി ഞാൻ അതിനെ എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പൊ ഡ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഡാംപ് ബ്രിക്ക്, അതായത് ഞാൻ റോ ബ്രിക്ക് കൊണ്ട മൗൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിനെ ഞാൻ ഡയറക്ട്ലി ബേൺ ചെയ്യാൻ വിടുവാണെങ്കിൽ അതിൽ ക്രാക്കും ഉണ്ടാവും, പിന്നെ അത് ഡിസ്റ്റോർട്ടഡ് ആവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൗൾഡ് ചെയ്ത ബ്രിക്കിനെ ഡ്രൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നെക്സ്റ്റ് ഓപ്പറേഷൻ ആയിട്ടുള്ള ബേണിങ്ങിലോട്ട് വിടാനായിട്ട്. ഇനി ഫോർ ഡ്രൈയിങ് ബ്രിക്സ് ആർ ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ബ്രിക്സ് എന്ന് പറയുന്നത് നമ്മളെ ലോഞ്ചിറ്റ്യൂഡ് ഒരു സ്റ്റാക്ക് ഉണ്ട്, സ്റ്റാക്കിലാണ് നമ്മൾ ഡ്രൈയിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റാക്കിൽ എന്ത് ചെയ്യും, ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾ ബ്രിക്ക് ലേ ചെയ്യുക. ആ സ്റ്റാക്കിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2 ബ്രിക്സ് ആണ്. വിഡ്ത്ത് ഈക്വൽ ടു 2 ബ്രിക്സ്, 2 ബ്രിക്കിന്റെ വിഡ്ത്താണ് അതിന്റെ ഈ സ്റ്റാക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റാക്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 or 10 ടയേഴ്സ് ഉണ്ട്. ഇനി ബ്രിക്ക് എന്ന് പറയുന്നത് എലോങ് ആൻഡ് അക്രോസ് ദ സ്റ്റാക്ക് നമ്മൾ ഓൾട്ടർനേറ്റീവ് ലെയേഴ്സിൽ എന്ത് ചെയ്യും,
പ്ലേസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഓൾ ബ്രിക്സ് ആർ പ്ലേസ്ഡ് ഓൺ എഡ്ജ്, എഡ്ജിലാണ് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. ഇനി ഈ ഡ്രൈയിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ടു ബി റിമെമ്പേർഡ് ഇൻ കണക്ഷൻ വിത്ത് ഡ്രൈയിങ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ആണ്. അതിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ മൗൾഡ് ചെയ്ത ബ്രിക്കിനെ നമ്മൾ എന്ത് ചെയ്യും, സ്പെഷ്യൽ ഡ്രയേഴ്സിൽ കൂടി പാസ് ചെയ്യുക, വിച്ച് ആർ ഇൻ ദ ഫോം ഓഫ് ടണൽസ് അല്ലെങ്കിൽ ചാനൽസ്. ഓക്കെ, നമ്മൾ സാധാരണ ബ്രിക്ക് എങ്ങനെയാണ്, ഡ്രൈഡ് ബൈ നാച്ചുറൽ പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് പക്ഷേ ലാർജ് സ്കെയിലിൽ പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണം, ബ്രിക്ക് ഡ്രൈ ചെയ്ത് വേണം എന്നുണ്ടെങ്കിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൗൾഡഡ് ബ്രിക്കിന് എന്ത് ചെയ്യും, ഒരു സ്പെഷ്യൽ ഡ്രയേഴ്സിൽ കൂടി പാസ് ചെയ്യും, വിച്ച് ആർ ഇൻ ദ ഫോം ഓഫ് ടണൽസ് അല്ലെങ്കിൽ ചാനൽസിന്റെ ഫോമിലായിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ ഡ്രയേഴ്സിനെ ഹീറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫർണസസ് അല്ലെങ്കിൽ ഹോട്ട് ഫ്ലൂ ഗ്യാസസ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഡ്രൈ ചെയ്യിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ ഈ ഡ്രൈയിങ്ങുമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് സർക്കുലേഷൻ ഓഫ് എയർ ആണ്. ഓക്കെ, നമ്മൾ ബ്രിക്ക് സ്റ്റാക്കിൽ എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഇൻ സച്ച് എ വേ ദാറ്റ് സഫിഷ്യന്റ് എയർ സ്പേസ് ഇസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ദം ഫോർ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ. അതിനിടയിൽ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയറിന്, അതായത് എയറിന് ഫ്രീ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് എയർ സ്പേസ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ട, ബ്രിക്ക് എന്ന് പറഞ്ഞ സ്റ്റാക്കിൽ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്രൈയിങ് യാർഡാണ്. ഡ്രൈയിങ് യാർഡ് എന്ന് പറഞ്ഞാൽ ഫോർ ദ ഡ്രൈയിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ ഡ്രൈയിങ് യാർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു കുറച്ച് ഹയർ ലെവലായിരിക്കണം. ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു കവർ ഇറ്റ് വിത്ത് സ്റ്റാൻഡ്. അത് ഡ്രൈയിങ് യാർഡ് എന്ന് പറഞ്ഞ സ്റ്റാൻഡ് കൊണ്ട് എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണം. ഇനി സച്ച് ആൻ അറേഞ്ച്മെന്റ് വുഡ് പ്രിവെന്റ് ദ അക്യുമുലേഷൻ ഓഫ് റെയിൻ വാട്ടർ. റെയിൻ വാട്ടറിന്റെ അക്യുമുലേഷൻ എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യും. ഏതാണ്, ഡ്രൈയിങ് യാർഡ് എന്ന് പറയുന്നത്. ഇനി പീരിയഡ് ഫോർ ഡ്രൈയിങ്, നമ്മൾ ഡ്രൈയിങ്ങിന് നമ്മൾ എപ്പോഴും ഒരു എന്താണ്, നമ്മുടെ ആ ഒരു സ്ഥലത്തെ പ്രിവെയിലിംഗ് ആയിട്ടുള്ള വെതർ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര ദിവസം ഞാൻ ഈ ഡ്രൈയിങ് നടത്തണം എന്നുള്ളത്. സോ യൂഷ്വലി നമ്മൾ 3 to 10 days ആണ് നമ്മൾ എന്താണ് ബ്രിക്ക് ഡ്രൈ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് സ്ക്രീൻസ്. നമ്മൾ ബ്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് വിൻഡ് അല്ലെങ്കിൽ സണ്ണിലോട്ട് എക്സ്പോസ് ചെയ്യത്തില്ല. അതൊക്കെ സൂര്യൻ ഇപ്പൊ നാച്ചുറൽ ഡ്രൈയിങ് ആണെങ്കിൽ ഒന്നെങ്കിൽ ബൈ വിൻഡ് അല്ലെങ്കിൽ ഓർ സണ്ണാണ് നമ്മൾ എന്തെങ്കിലും ഡ്രൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ സൂര്യനിലോട്ട് ഡയറക്റ്റ് നമുക്ക് ഇത് എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്യൂട്ടബിൾ സ്ക്രീൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം ടു അവോയ്ഡ് സച്ച് സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഡ്രൈയിങ്ങിൽ പഠിക്കാനുള്ള. ഇനി അടുത്ത യൂണിറ്റ് ഓപ്പറേഷൻ എന്താണ് നമ്മുടെ, ഇറ്റ് ഈസ് ബേണിംഗ്. ഓക്കെ, ബേണിംഗിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.